നമസ്കാരം, ഞാൻ വിനോദ്. ഫൈനാൻസ് സ്റ്റഡീസിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്ന് എക്സ്പോണൻസ്, അതായത് കൃത്യംഗങ്ങളിലെ മൂന്നാമത്തെ ക്ലാസ്സാണ് അല്ലേ. മറ്റ് രണ്ട് ക്ലാസ്സുകളിലും കുറേ ഇക്വേഷൻസ് ഞാൻ പറഞ്ഞു തന്നു. ഇന്ന് ബാക്കി 3 കൂടെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത് ശ്രദ്ധിച്ച് പഠിക്കുക. നോക്കുക, ആദ്യത്തെ എ ബൈ ബി ഓൾ റേസ് ടു എം എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതണം? നമ്മളത് എ റേസ് ടു എം, പിന്നെ ബി റേസ് ടു എം, എ റേസ് ടു എം ഡിവൈഡഡ് ബൈ ബി റേസ് ടു എം എന്ന് ആക്കണം അല്ലേ. എങ്ങനെയാണ്? എ ബൈ ബി ഓൾ റേസ് ടു എം എന്നാൽ എ റേസ് ടു എം എഴുതണം, ഡിവൈഡഡ് ബൈ ബി റേസ് ടു എം. രണ്ടും എഴുതണം. അതിൻ്റെ എക്സാമ്പിൾ നോക്കാം കേട്ടോ. എ ഇത് 1, ബി എത്രയാണ്? 4 കേട്ടോ. എ ബൈ ബി എന്നുള്ള രൂപത്തിലല്ലേ ഓൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതണം? ആദ്യം എ റേസ് ടു എം, എ എത്രയാണ്? 1 അല്ലേ. 1 റേസ് ടു 3 ഡിവൈഡഡ് ബൈ ബി റേസ് ടു എം, ബി എത്രയാണ്? 4 റേസ് ടു 3. ഇങ്ങനെ എഴുതണം. 1 റേസ് ടു 3 ബൈ 4 റേസ് ടു 3 എന്ന് എഴുതിയാൽ മതി. ലാസ്റ്റ് ആൻസർ എങ്ങനെ എഴുതാം? 1 ക്യൂ എന്ന് പറയുമ്പോൾ 1 തന്നെയല്ലേ. 4 ക്യൂ എന്ന് പറയുമ്പോൾ 4 × 4 16, 16 × 4 64 അല്ലേ. 1 ബൈ 64 എന്ന ആൻസർ നമുക്ക് എഴുതാൻ പറ്റും. അതുകൊണ്ടോ എ ബൈ ബി ഓൾ റേസ് ടു എം ഈസ് ഈക്വൽ ടു എ റേസ് ടു എം ബൈ ബി റേസ് ടു എം. മറന്നു പോകരുത്. അടുത്തത് ഒരെണ്ണം കൂടെ, 2 ബൈ 5 ഓൾ സ്ക്വയർ കണ്ടോ, ഇതുപോലെ തന്നെ. അപ്പോൾ എങ്ങനെ എഴുതണം? 2 റേസ് ടു 2, പിന്നെയോ ബൈ ബി എത്രയാണ്? 5, 5 റേസ് ടു 2. അപ്പോൾ എത്രയാണ്? 2 റേസ് ടു 2 എത്രയാണ്? 4. 5 റേസ് ടു 2 25. 25ൽ 4 എന്ന് ആൻസർ എഴുതാൻ പറ്റും അല്ലേ. അപ്പോൾ 2ന്റെ സ്ക്വയർ എഴുതണം, 5ന്റെ സ്ക്വയർ എഴുതണം. 5 സ്ക്വയർ 25, 2 സ്ക്വയർ 4. അടുത്തത് നോക്കിക്കേ, ഇതാണ്. ഇത് നമ്മൾ ചെയ്തു. ഇത് എ ബൈ ബി ഓൾ റേസ് ടു മൈനസ് എം, ഇവിടെ പ്ലസ് എം ആയിരുന്നു, മൈനസ് എം ആണ്. എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ എ ബൈ ബി എന്നുള്ളത് ബി ബൈ എ എന്ന് ആക്കണം. അത് കഴിഞ്ഞ് പ്ലസ് എം എഴുതണം. അതേ ഉള്ളൂ. നോക്കിക്കേ, 3 ബൈ 4 മൈനസ് 2. അപ്പൊ എങ്ങനെ എഴുതണം? എ ബൈ ബി എന്നുള്ള ബി ബൈ എ എഴുതണ്ടേ. അപ്പൊ 3 ബൈ 4 എങ്ങനെ എഴുതണം? 4 ബൈ 3 ആക്കണം അല്ലെ. 4 ബൈ 3 എഴുതിയിട്ട് മൈനസ് 2 എങ്ങനെ എഴുതണം? പ്ലസ് 2 എഴുതണം അല്ലേ. അപ്പം ലാസ്റ്റ് ആൻസർ എങ്ങനെ എഴുതാൻ പറ്റും? 4 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4ന്റെ സ്ക്വയർ എത്രയാണ്? 4 16 ഉണ്ടോ. ബി ബൈ എ ഓൾ റേസ് ടു 2. 3ന്റെ സ്ക്വയറോ? 3 9. 16ൽ 9 നമുക്ക് ആൻസർ എഴുതാം. 3ന്റെ സ്ക്വയർ എഴുതണം, 4ന്റെ സ്ക്വയർ എഴുതണം അല്ലേ. അടുത്തത് അത് എ ബൈ ബി ഓൾ റേസ് ടു എം അനുസരിച്ച് എ റേസ് ടു എം ബി റേസ് ടു എം. 4ന്റെ സ്ക്വയർ 16, 3ന്റെ സ്ക്വയർ 9. അടുത്ത് നോക്കിയേ, 1 ഇതനുസരിച്ച് ഇത് ചെയ്തു. ഇനി 1 ബൈ എ റേസ് ടു മൈനസ് എം ഈസ് ഈക്വൽ ടു ഇതുണ്ടോ. ഇവിടെ ഡിവൈഡ് ചെയ്തേക്കോ. 1 ബൈ എ റേസ് ടു മൈനസ് ഒന്നാണെങ്കിൽ എ റേസ് ടു എം എന്ന് എഴുതിയാൽ മതി. ഇവിടെ ഡിവൈഡ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് എ റേസ് ടു എം ആണ് ആൻസർ. അപ്പോൾ ഇതെങ്ങനെ വരും? 1 ബൈ 6 റേസ് ടു മൈനസ് 2 എന്നാൽ എ എഴുതിയിട്ട്, എ എന്ന് വെച്ചാൽ ഇവിടെ 6 ആണ്, മൈനസ് 2 എങ്ങനെയാകും? പ്ലസ് 6 സ്ക്വയർ എന്ന് എഴുതും. 6 സ്ക്വയർ എത്രയാണ്? 36 ആയിരിക്കും ആൻസർ. ഉണ്ടോ. 1 ബൈ 6 റേസ് ടു മൈനസ് 2 ആണെങ്കിൽ എ റേസ് ടു 2 എന്ന് എഴുതിയാൽ മതി. എ റേസ് ടു 2 എത്രയാണ്? എ 6 ആണ്. 6 സ്ക്വയർ എന്ന് പറയുമ്പോൾ 36. അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതും? ഉണ്ടോ. 1 ബൈ 5 റേസ് ടു മൈനസ് 3 എന്ന് പറയുമ്പം എ സ്ക്വയർ ആണെന്ന് പറഞ്ഞില്ലേ. എ സ്ക്വയർ അല്ലേ ആൻസർ. എ റേസ് ടു എം അല്ലേ ആൻസർ. അപ്പോൾ എ എത്രയാണ്? 5 റേസ് ടു എമ്മിൻ്റെ സ്ഥാനത്ത് മൈനസ് 3 പ്ലസ് 3 ആവും. 5 × 3 × 5 × 5 × 5 125 ആണ് ആൻസർ അല്ലേ. എങ്ങനെ? അപ്പോൾ ഈ ഇക്വേഷൻ അല്പം പ്രയാസമുള്ളതാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യം. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധ ഊന്നി പഠിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി നമുക്ക് ഈ 3 ക്ലാസ്സിൽ പഠിച്ചതിൻ്റെയും കൂടുതൽ എക്സാമ്പിൾ അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാം. അത് വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ് ഇത്രയും ക്ലാസ്സുകളായിട്ട് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ ഏവർക്കും നന്ദി.